Quality learning powered by Elegant Central Education and Research Center. കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജഗ്ഗുവിനെ അവൻ്റെ അമ്മയുടെ അടുത്തെത്തിക്കാനായി ഋഷിയും കൺമണിയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? അവരാദ്യം എന്താ ചെയ്തത്? ജഗ്ഗുവിൻ്റെ അമ്മയെ ഫോണിൽ വിളിക്കാം. അടുത്തതായി അവരെന്താലോചിച്ചു? പേപ്പറിൽ പരസ്യം കൊടുക്കാം. അതുമല്ലെങ്കിൽ എന്തു ചെയ്യാം? ടെലിവിഷനിൽ ഫോട്ടോ പ്രദർശിപ്പിക്കാം. അങ്ങനെ 3 മാർഗത്തിലും അവരെ ജഗ്ഗുവിനെ രക്ഷിക്കാനായി ചിന്തിച്ചു. ഇനി നോക്കൂ, ജഗ്ഗുവിനെ തേടി ആരും വന്നില്ല. ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ജഗ്ഗുവിനെ കാണാനായി ആരും എത്തിയില്ല. ഇനി എന്തു ചെയ്യും? കുട്ടികൾ ആലോചിച്ചു. ഇവൻ്റെ അമ്മയ്ക്ക് ഒരു കത്തയക്കാം. കൺമണി പറഞ്ഞു. കത്തെഴുതി കവറിലിട്ട് ഒട്ടിച്ചു. അപ്പോൾ അവർ 4ാമത്തെ മാർഗത്തിലേക്ക് വരികയാണ്. 4ാമത്തെ മാർഗം എന്താണ്? ഇവൻ്റെ അമ്മയ്ക്ക് ഒരു കത്തെഴുതി അയക്കാം. അതിനായി അവർ കത്തെഴുതി കത്ത് കവറിലിട്ട് ഒട്ടിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ കത്ത് കവറിലിട്ട് ഒട്ടിച്ചു. കവറിൻ്റെ പുറത്ത് കത്ത് കിട്ടേണ്ട ആളുടെ മേൽവിലാസം എഴുതണം. അതിനായി അവർ ജഗ്ഗുവിനോട് മേൽവിലാസം തിരക്കി. അമ്മ കാട്, അവൻ പറഞ്ഞു. ജഗ്ഗു എന്താണ് മേൽവിലാസം പറഞ്ഞു കൊടുത്തത്? അമ്മ കാട്. അവർ കവറിൻ്റെ മുകളിൽ അമ്മ കാട് എന്നെഴുതി. കത്തുമായി പോസ്റ്റ് ഓഫീസിലെത്തി. കത്തുകൾ അയക്കാനുള്ള പൊതുസ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ്മാൻ കുട്ടിശങ്കരൻ കത്തു വാങ്ങി നോക്കി. പോസ്റ്റ് ഓഫീസിലെ ഒരു ജോലിക്കാരനാണ് പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ കുട്ടിശങ്കരൻ കത്തു വാങ്ങി നോക്കി. മേൽവിലാസം മുഴുവൻ ഇല്ലല്ലോ. മേൽവിലാസത്തിൽ എന്തെല്ലാം വേണം? പേര്, കത്ത് ലഭിക്കേണ്ട ആളുടെ പേര്, വീട്ടുപേര്, സ്ഥലപ്പേര് ഒക്കെ വേണം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയ ഋഷിയും കൺമണിയും ജഗ്ഗുവിനെ കാണാതെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ജഗ്ഗുവിനെ കാണുന്നില്ലല്ലോ. കുട്ടികൾ എല്ലായിടത്തും അന്വേഷിച്ചു. വാഴത്തോപ്പിനപ്പുറത്തെ പാറക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ഞരക്കം കേട്ടു. അവർ അങ്ങോട്ടോടി. പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്ന കൺമണിക്കും ഋഷിക്കും ജഗ്ഗുവിനെ കാണാതെ അന്വേഷണം തുടങ്ങി. അവസാനം എവിടെ കണ്ടെത്തി? വാഴത്തോപ്പിനപ്പുറത്തുള്ള പാറക്കൂട്ടത്തിനിടയിൽ അവനങ്ങ് തളർന്ന് കിടക്കുന്നു. പാവം ജഗ്ഗു തളർന്നു കിടക്കുന്നു. ജഗ്ഗു, ജഗ്ഗു! കുട്ടികൾ അവനെ തൊട്ടു വിളിച്ചു. നല്ല ചൂട്, പനിയുണ്ടെന്ന് തോന്നുന്നു, ഋഷി പറഞ്ഞു. ആ, ജഗ്ഗുവിന് നല്ല ചൂടുണ്ട്, നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഡോക്ടറോട് പറഞ്ഞ് മരുന്ന് വാങ്ങാം, കൺമണി പറഞ്ഞു. പനി വന്നാൽ നമ്മൾ പോകുന്ന ഒരു പൊതുസ്ഥാപനമാണേത്? ആശുപത്രി. ആശുപത്രിയിൽ രോഗികളെ പരിശോധിക്കുന്നത് ആരാണ്? ഡോക്ടർ. അപ്പോൾ ജഗ്ഗുവിൻ്റെ അസുഖത്തെക്കുറിച്ച് നമുക്ക് ഡോക്ടറോട് പറഞ്ഞ് മരുന്ന് വാങ്ങാം. അങ്ങനെ ഋഷിയും കൺമണിയും എവിടെ എത്തി? ആശുപത്രിയിലെത്തി. ഋഷിയും കൺമണിയും ആശുപത്രിയിലെത്തി. ഡോക്ടറെ കണ്ടു. ആർക്കാ അസുഖം? ഡോക്ടർ ചോദിച്ചു. ഞങ്ങളുടെ ജഗ്ഗുവിന് പനിയാണ് ഡോക്ടർ.
ഋഷി പറഞ്ഞു. ആരാ ജഗ്ഗു? ഡോക്ടർ ചോദിച്ചു. ജഗ്ഗു ആനക്കുട്ടിയാണ്. ആനക്കുട്ടിയോ? മൃഗങ്ങളെ ചികിത്സിക്കുന്നത് മൃഗാശുപത്രിയിലാണ്, ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മനുഷ്യരായ നമ്മളെ ചികിത്സിക്കുന്ന ആശുപത്രി വേറെ, മൃഗങ്ങളെ ചികിത്സിക്കുന്ന ആശുപത്രി വേറെ. അത് നമ്മുടെ കൺമണിക്കും ഋഷിക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ മനുഷ്യരെ നോക്കുന്ന ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്ക് ജഗ്ഗുവിൻ്റെ കാര്യത്തിനായി എത്തിയത്. അപ്പോൾ ഡോക്ടർ എന്താണ് അവരോട് പറഞ്ഞത്? മൃഗങ്ങളെ നോക്കുന്നത് മൃഗാശുപത്രിയിലാണ്. അപ്പോൾ മൃഗങ്ങൾക്ക് അസുഖം വന്നാൽ കൊണ്ടുപോകുന്ന ആശുപത്രിയാണ് മൃഗാശുപത്രി. 2 ദിവസം മരുന്ന് കഴിച്ചപ്പോൾ ജഗ്ഗുവിൻ്റെ അസുഖം മാറി. അങ്ങനെ കൺമണിയും ഋഷിയും മൃഗാശുപത്രിയിൽ പോയി അവിടുത്തെ ഡോക്ടറെ കണ്ട് ജഗ്ഗുവിൻ്റെ വിവരങ്ങൾ പറഞ്ഞ് മരുന്ന് വാങ്ങി ജഗ്ഗുവിന് മരുന്ന് കൊടുത്തപ്പോൾ ജഗ്ഗുവിൻ്റെ അസുഖം മാറി. കുഞ്ഞുമക്കളെ, നമ്മൾ ഇത്രയും പഠിച്ച ഭാഗത്തിൽ നിന്ന് നമ്മൾ കുറച്ച് പൊതുസ്ഥാപനങ്ങളുടെ പേരുകൾ പഠിച്ചല്ലോ. ഓർക്കുന്നുണ്ടോ? ഏതാണത്? വിദ്യാലയം, പോസ്റ്റ് ഓഫീസ്, പിന്നെയോ ആശുപത്രി, മൃഗാശുപത്രി. 4 പൊതുസ്ഥാപനങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? നോട്ട്ബുക്കിൽ എഴുതണേ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.